ശൂരനാട് വടക്ക് 12ാം വാർഡിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KST ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടി കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. ശൂരനാട് വടക്ക് 12ാം വാർഡിലാണ് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കൽ, തൊഴിലുറപ്പ് മേറ്റ് സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന അന്നമ്മ ഡാനിയലിനെ ആദരിക്കൽ എന്നിവ നടന്നത്. വാർഡ് ജനപ്രതിനിധി പ്ലസന്റ് പാപ്പച്ചന്റെ നേതൃത്വത്തിലാണ് തന്റെ വാർഡിലെ പ്രതിഭകൾക്ക് അനുമോദന ചടങ്ങുകളും ആദരിക്കൽ ചടങ്ങുകളും നടത്തിയത്. KCT ജംഗ്ഷന് വടക്ക് സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോൻ നിർവഹിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം സമ്പുഷ്ടമാണ്, ശ്രേഷ്ഠകരമാണ്. ആ നിലയിലേക്കുള്ള ഒരു കാലഘട്ടത്തിൽ കരിക്കുലം വിദ്യാഭ്യാസത്തിലൂടെയായിരുന്നു നമ്മളെല്ലാവരും പഠിച്ചു വളർന്നതെങ്കിൽ ആ കരിക്കുലം വിദ്യാഭ്യാസം കഴിഞ്ഞ് എത്രയോ പതിമടങ്ങിലേക്ക് നമ്മുടെ ഈ സംസ്ഥാനം മാറി. എന്നാൽ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ 2023 SSLC പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് 166 സ്കൂളിൽ പരീക്ഷ എഴുതിയ ഒരു കുട്ടി പോലും ജയിച്ചില്ല. ഞാൻ ആ സംസ്ഥാനത്തിന്റെ പേരൊന്നും പറയുന്നില്ല. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം. +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കലും മൊമെന്റോ വിതരണവും കാപ്പക്സ് ചെയർമാൻ M ശിവശങ്കരപിള്ള നിർവഹിച്ചു. എല്ലാ രംഗത്തും ഒരു മെച്ചപ്പെടലുണ്ടാകും. അതാണ് നാടിന്റെ അഭിവൃദ്ധി എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ കാഴ്ചപ്പാടുകളോടുകൂടി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ഈ തലമുറയ്ക്ക് കഴിയണം. അതിനവരെ ആവശ്യമായ സ്വാതന്ത്ര്യവും കൊടുക്കണം, പ്രോത്സാഹനവും കൊടുക്കണം എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് മുൻ ജനപ്രതിനിധി ശിവൻ P. കാട്ടൂർ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് മേറ്റ് സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന അന്നമ്മ ഡാനിയലിനെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ K. പ്രദീപ്, S. സൗമ്യ എന്നിവർ ചേർന്ന് ആദരിച്ചു. SSLC CBSE പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ റവറന്റ് ഫാദർ വർഗീസ് ഇടവന മൊമെന്റോ നൽകി അനുമോദിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സേവന രംഗത്തെ പ്രമുഖരായ Y. തങ്കച്ചൻ, സരസ് ചന്ദ്രൻ പിള്ള, വിമൽ കുമാർ, CDS അംഗം സുശീല രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.